ഉള്ളുണർവ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം വിവേകം നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകും. ഒരു ചിന്ത വന്നുകൊണ്ട് അത് വാക്കായിട്ട് ചീത്ത വിളിക്കും, പെട്ടെന്ന് ചീത്ത വിളിക്കും, ഒരു ദേഷ്യം പൈ വലിച്ചടിക്കും. അപ്പം അവിടെ ഇതിൻ്റെ ഇടയിൽ വിടവില്ല. എപ്പോഴും ക്ഷമിക്കുമ്പോഴാണ് ആ ബോധം വരുന്നത്. ക്ഷമയിലാണ് ആ പ്രകാശിക്കുന്ന ലൈറ്റ് കത്തുന്നത്. അപ്പം ആ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കണ്ട പോലെ കാണാം. മമതയും ബന്ധവും തോന്നാൻ കാരണം അറിവും ഉള്ളുണർവും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പല പാമ്പിള്ളാരും പല പെൺപിള്ളാരും അയാൾ എന്നെ സ്നേഹിച്ചു, ഞാൻ അയാളെ സ്നേഹിച്ചു, ഇടയ്ക്ക് വെച്ച് അയാൾ വേറെ ആൾ പെണ്ണെ ഇഷ്ടപ്പെട്ടു, ആമ്പിള്ളേരെ ഇടയ്ക്ക് വെച്ച് അവൾ വേറെ ആരെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അവിടെ വേഗമൊന്നും വന്നില്ല. അല്ലേ കൊതി വന്നുകൊണ്ട് സാധനം പൊട്ടിച്ച് കഴിച്ച പോലെ ആളായി. അത് കൊതി വന്നു, അവിടെ വേഗമില്ല. മൊട്ടിച്ചാൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ഇതെടുക്കുന്നൊന്നുമില്ല. ഉള്ളുണർവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല. വിവേകിച്ചുകൊണ്ടേ നീങ്ങുള്ളൂ. ഇതിനെ ഒരു വിവേകം ഉണ്ടാകും. മമത വരുന്നത് ഉള്ളിലെ വാസന കൊണ്ടാണ്. ഇപ്പം നെല്ലിക്കയാണ് വായു വെള്ളം ഊറുന്നു. ആ വെള്ളിക്ക കഴിച്ചവർക്ക് വായു വെള്ളം ഊറത്തുള്ളൂ. നെല്ലിക്ക വെസ്റ്റേൺ രാജ്യക്കാരവർ കഴിച്ചിട്ടില്ല, ഉപ്പുമാവ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ വായു വെള്ളം ഊറത്തില്ല. ഇത് കഴിച്ച ഒരാൾക്കാണ് അതിൻ്റെ വായു വെള്ളം ഊറുന്നത്. അതുപോലെ ആ വാസനുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അത് കണ്ടപ്പോൾ അങ്ങനെ വന്നത്. മൃഗങ്ങൾക്കും സ്വന്തമൊന്നും ബന്ധമൊന്നും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. എൻ്റെ ബോധമണ്ഡലം മൃഗങ്ങളേക്കാൾ ഉയർന്നതാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഉള്ളുണർവ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം വിവേകം നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഒരു ചിന്ത വന്നുകൊണ്ട് അത് വാക്കായിട്ട് ചീത്ത വിളിക്കും, പെട്ടെന്ന് ചീത്ത വിളിക്കും, ഒരു ദേഷ്യം പൈ വലിച്ചടിക്കും. അപ്പം അവിടെ ഇതിൻ്റെ ഇടയിൽ വിടവില്ല. എപ്പോഴും ക്ഷമിക്കുമ്പോഴാണ് ആ ബോധം വരുന്നത്. ക്ഷമയിലാണ് ആ പ്രകാശിക്കുന്ന ലൈറ്റ് കത്തുന്നത്. അപ്പോൾ ബോധം വരും. അപ്പം ആ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കണ്ട പോലെ കാണാം. കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ പലതരത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. മൃഗങ്ങളും പക്ഷികളും ശലഭങ്ങളും പൂക്കളും കായക്കളും ഫലങ്ങളും പല വേഷത്തിലുള്ള മനുഷ്യരും ഒക്കെ അതിലുണ്ടാകും. അവരുടെ അറിവിൻ്റെ തലവും ബോധമണ്ഡലവും ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങും. എന്നാൽ ക്രമേണ ഉയർന്ന ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ചിത്രങ്ങൾ കുറഞ്ഞു വരികയും അക്ഷരങ്ങൾ കൂടി വരികയും ചെയ്യും. പിന്നെ അക്ഷരങ്ങൾ മാത്രമാകും. അതുപോലെ നിറങ്ങളും രൂപങ്ങളും ചിത്രങ്ങളും എല്ലാം ക്ഷരമാണ്, മാറുന്നതാണ്, നശിക്കുന്നതാണ്. നാശമില്ലാത്തതും സ്ഥിരമായിട്ടുള്ളതും അക്ഷരം മാത്രമാണ്. എന്ന് വെച്ചാൽ ആത്മാവ് മാത്രമാണ്. ഷെയർ കേസിൽ നിന്ന് നേരെ കയറി മുകളിലെത്തുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്നുകൊണ്ടുണ്ടാക്കിയ സിമെൻറ്റും മെറ്റിലും ചല്ലും കൊണ്ടുണ്ടാക്കിയെന്നറിയുന്നു. അവ മഷിയിൽ അക്ഷരമുണ്ട്, അക്ഷരത്തിൽ മഷിയുമുണ്ട്, രണ്ടില്ല. പ്ലെയിന് കയറുമ്പോൾ മേളിൽ മാത്രമേ ആകാശം കാണുന്നുള്ളൂ, താഴെ ഭൂമിയാണ്. കുറേ ഉയർന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ താഴെയും ആകാശം കാണാം, മേളിലും ആകാശം കാണാം. ഭൂമിയിലേക്ക് നോക്കി പിന്നെ വീടുകളും മറ്റൊക്കെ തെങ്ങുകളും മാവൊക്കെ കാണും. ഇത് ആകാശം മാത്രമേ ഉള്ളൂ അപ്പുറം. ഇതെല്ലാം ആ ഏകത്വത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രാജ്യമോ അതിർവരമ്പുകളോ ആ സ്നേഹത്തിലില്ല. രൂപങ്ങളിലും നിറങ്ങളിലും ചിത്രങ്ങളിലും മാത്രം ഒതുങ്ങിയാൽ ഒരക്ഷരം പോലും വായിക്കാനോ എഴുതാനോ കഴിയാതെ പോകും. ഉയർന്ന തലങ്ങളിലേക്ക് ചിറകുകൊടുത്തി പറക്കാൻ കഴിയാതെ പോകും. അതുപോലെ സ്വന്തത്തിലും വ്യക്തിബന്ധങ്ങളിലും അതിലുള്ള ബന്ധനങ്ങളിലും കുടുങ്ങി കടന്നു പോയാൽ ആധ്യാത്മിക ജീവിതം പേരിന് മാത്രമായി തീരും. ഇപ്പം അങ്ങനെ കാലം കഴിക്കുന്നതിലും നല്ലത് പതുക്കെയെല്ലാം മനസ്സിലാക്കി വിവേകബോധവും പക്വതയും തെളിയുമ്പോൾ സാഹചര്യങ്ങൾ അനുവദിച്ചാൽ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നതാണ് നല്ലത്. ഭൗതിക ജീവിതം വേണ്ടാന്ന് അമ്മ ഒരിക്കലും പറയില്ല. അതിൻ്റെ അത് സ്വഭാവം മനസ്സിലാക്കി പോകണമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കുളിക്കാൻ ഇറങ്ങുന്നത് കരയ്ക്ക് കയറാൻ വേണ്ടി, അഴുക്കൾ കഴിഞ്ഞിട്ട് കരയ്ക്ക് കയറാൻ വേണ്ടിയാണ്, അല്ലാതെ മുങ്ങിച്ചാകാനല്ല.
അപ്പോൾ ഈശ്വരയിലേക്ക് എത്താനുള്ള തടസ്സം കളയാനാണെന്ന് വെച്ച് ലക്ഷ്യം ഇതാണ് എന്ന് നമുക്ക് ചിന്തിക്കണം. ഒരിക്കലും തീരാൻ പോകുന്നില്ല വാസന. ഇപ്പോൾ പായസം കഴിച്ചാൽ ഐസ്ക്രീം കഴിച്ചാൽ മതി, പിന്നെ ഇരട്ടി കഴിക്കണം. അങ്ങനെ ആഗ്രഹങ്ങൾ തൽക്കാലം നിൽക്കും, പിന്നെയും വേണം പറയല്ലോ. ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ പല്ലുപെടുത്താലോ എച്ചപ്പെടുത്താലോ തിരിക്കാനുള്ള മനസ്സ് തോന്നും. എത്ര ഇഷ്ടം തോന്നിയാൽ ഇരട്ടി വെറുപ്പോട് തിരിക്കാൻ തോന്നും. അതുപോലെ നമുക്കൊരു വൈരാഗ്യം വരണം.